ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ്. ബട്ടർഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ലൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2 ലൈൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലൈന് കുറച്ചൊരു ഗ്യാപ്പ് വേണം കേട്ടോ. അതായത് ഇത്രയും ഡിസ്റ്റൻസ് എങ്കിലും വേണേ, വളരെ അടുപ്പിച്ച് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം ഓരോ സെൻറ്റിമീറ്റർ, നമ്മുടെ സ്കെയിലിൽ കാണുന്ന ഓരോ സെൻറ്റിമീറ്ററും ഇതേപോലെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ, അതായത് ബിഗിനേഴ്സ് എപ്പോഴും ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ലൈനിലും ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക, ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാതെ, ഔട്ട്ലൈൻ ചെയ്യാതെയും നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബട്ടർഫ്ലൈ സ്റ്റിച്ച്. പക്ഷേ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കറക്റ്റ് ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഈ ഒരു സ്റ്റിച്ചിൽ വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഏത് കളർ ത്രെഡ് ഇട്ടിട്ടാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, ആ ഒരു കളർ ത്രെഡ് ഇട്ടിട്ട് വേണം ഇതുപോലെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആ അടയാളപ്പെടുത്തിയ ഓരോ സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അതൊന്നും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഈ 2 ത്രെഡ് ഇട്ടിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കളർ ത്രെഡ് ഇട്ടിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ലൈനിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തത് പുറത്തേക്കും. അപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, പുറത്തേക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു ഔട്ട്ലൈന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ചെയിൻ സ്റ്റിച്ച് ഉള്ളിലും ലോക്ക് സ്റ്റിച്ച് പുറത്തേക്കുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതും വളരെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡൊന്ന് നോക്കുക കേട്ടോ, ഏത് വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. മീതെ ഇടതുവശത്തേക്കും താഴെ വലതുവശത്തേക്കുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എപ്പോഴും ഉള്ളിലും കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തേക്കായിട്ടും കണ്ട ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ബ്ലറായി പോകുന്നുണ്ടല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, തനിയെ വീഡിയോ എടുക്കുന്നത് കാരണമാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വശവും മീതത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അവിടുത്തെ വശവും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീതെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സിൽക്ക് ത്രെഡ് ഇട്ടിട്ടും ചെയ്യാം. ഞാനിതിവിടെ സരി ത്രെഡ് ഇട്ടിട്ട് ചെയ്യാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അതുവരെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കറക്റ്റ് ആ ഒരു പോയിൻ്റ് എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യണേ. അതായത് സ്റ്റോപ്പ് ചെയ്യാൻ മീൻസ് ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ത്രെഡിനെ ഇതേപോലെ ഒന്ന് വേറൊരു വശത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്ത കളർ ത്രെഡ് ഇടുക. അതുപോലെ തന്നെ ആദ്യത്തെ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ എടുത്തതിന് ശേഷം പുറത്തേക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മീതത്തെ ലൈനിൽ വരുമ്പം ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും ലോക്ക് സ്റ്റിച്ച് വരുന്നത് പുറത്തേക്കായിരിക്കും കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ച് വരുന്നത് ഉള്ളിലും ലോക്ക് സ്റ്റിച്ച് വരുന്നത് ആ ഒരു ഔട്ട്ലൈനിൻ്റെ പുറത്തേക്കുമായിട്ടാണ് വരിക. അപ്പോൾ മനസ്സിലായല്ലോ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തത് എന്നുള്ളത്. ഔട്ട്ലൈൻ സ്റ്റിച്ച് എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ. ഇതുപോലെ ഔട്ട്ലൈൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ അത് അത്രയും എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നവർക്കേ അത് പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ആ ഒരു ലൈനിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ആ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിലേക്ക് തന്നെ ആ ഒരു പോയിൻറ്റിലേക്ക് വെച്ചിട്ട് അവസാനിപ്പിക്കണം കേട്ടോ.
ഇനിയിപ്പോൾ ഒരു ത്രെഡ് ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ബ്ലൂ കളർ ത്രെഡ് ഇട്ട് ചെയ്തപ്പോൾ ലാസ്റ്റ് എൻഡ് നോട്ട് കൊടുത്തു അല്ലേ, ഇതിന് എൻഡ് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ത്രെഡ് ഇട്ടിട്ട് ചെയ്യുമ്പം ആ ഒരു ഭാഗം എത്തിയാൽ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു ത്രെഡിനെ ഇതേപോലെ ഒന്ന് നീക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ത്രെഡ് ഉണ്ടല്ലോ, അതിനഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യേണ്ട, കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ആ ത്രെഡ് കേട്ടോ. അതിനാണ് ഒരു ത്രെഡ് കുറച്ച് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഞാൻ ഈ കാണിച്ചു തരുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് അവസാനിപ്പിക്കരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആര്യ വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല ഇത് പഠിച്ചു വരാനായിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആര്യ വർക്കിൻ്റെതും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെ ട്രഡീഷണൽ വർക്കൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. നമ്മളിവിടെ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള ത്രെഡ് ഇതുപോലെ ചെയ്ത് അടുത്ത ത്രെഡിനെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അറിവിലേക്ക്, അങ്ങനെയുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഞാൻ ഇതിൽ ലാസ്റ്റ് പുറത്ത് എന്ത് ചെയ്യാം, ഔട്ട്ലൈനായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ സരി ത്രെഡാണ്. അപ്പോൾ സരി ത്രെഡിൽ വേണമെങ്കിലും കൊടുക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബീഡ് വർക്ക് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് കിട്ടും. അതായത് ബീഡ് വർക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അതായത് സരി ത്രെഡോ അതല്ല ഈ സെയിം കളർ സിൽക്ക് ത്രെഡ് തന്നെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടേതായ ചോയ്സാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് വശവും ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. വെറുതെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇത് ബ്ലൗസിൻ്റെ നെക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോർഡറിലൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വർക്ക് കാണാനായിട്ട്. ഇത് കൂടുതലും സരി ത്രെഡിനേക്കാളും കൂടുതൽ ഭംഗി സിൽക്ക് ത്രെഡിലായിരിക്കും. അപ്പോൾ എല്ലാവരും സിൽക്ക് ത്രെഡിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കണ്ടില്ലേ സെൻറ്ററിൽ, ഇതുപോലെ വരണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം. ഇനി ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഹാൻഡ് നീഡിൽ കോർത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡും ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഡയമണ്ട് ഷേപ്പ് കണ്ടില്ലേ, ഈ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ അവിടെ ചെറിയൊരു ചുളിവ് വന്നിട്ടുണ്ട്. അത് ഞാൻ ആ ഒരു ക്ലോത്ത് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വിട്ടുപോയി, ഒന്ന് ലൂസായത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ശരിക്കും അതങ്ങനെ വരില്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലോത്ത് ടൈറ്റ് ചെയ്ത് വെക്കണേ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, ക്ലോത്ത് ലൂസായി പോയത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.